പന്തളം രാജ്യം ഭരിച്ചിരുന്നത് രാജശേഖര രാജാവായിരുന്നു. സന്താന സൗഭാഗ്യമില്ലാതെ അദ്ദേഹം ഏറെ ദുഃഖിതനായിരുന്നു. ശിവപൂജ നടത്തി. സന്താന സൗഭാഗ്യത്തിനായി അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ചുവന്നു. വനത്തിലെ നായാട്ടിനു ശേഷം രാജാവും കൂട്ടരും പമ്പാ തീരത്തു വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കുഞ്ഞിന്റെ കരച്ചില് കേട്ടത്. രാജാവ് ചെവിയോർത്തു. അതേ, ഒരു കുഞ്ഞിന്റെ കരച്ചില് തന്നെ. ഉടനെ ഒപ്പമുണ്ടായിരുന്ന മന്ത്രിയെ വിളിച്ചു. മഹാരാജന് എന്തായാലും അടിയനോട് പറഞ്ഞോളൂ. മന്ത്രി അങ്ങ് കേട്ടില്ലേ, ഒരു കുഞ്ഞിന്റെ കരച്ചില്. മന്ത്രി ചെവിയോർത്തിട്ട്, അതേ, ഒരു കുഞ്ഞു തന്നെ. ഈ വനത്തില് എങ്ങനെയാണ് ഈ കുഞ്ഞു വന്നത്? എവിടെ നിന്നു വന്നു? മന്ത്രി ആലോചിച്ച് സമയം കളയണ്ട, വേഗം നമുക്ക് പോയി നോക്കാം. അവര് വേഗം കരച്ചില് കേട്ട ദിക്കിലേക്ക് നടന്നു. അത്ഭുതം! ചുറ്റുപാടും പ്രഭവിതറി ഒരു കുഞ്ഞ് നിലത്തു കിടന്ന് കൈകാലിട്ട് അടിച്ചു കരയുന്നു. രാജാവ് ചുറ്റും ഒന്നു നോക്കി. ആരെയും കണ്ടില്ല. നല്ല തേജസ്സുള്ള ആൺകുഞ്ഞ്. തന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏറെ നേരം നോക്കി നിന്നു. എന്തു ചെയ്യണമെന്ന് അറിയാതെ രാജാവ് ശങ്കിച്ചു നിന്നു. അപ്പോൾ അവിടെ ഒരു മഹർഷി പ്രത്യക്ഷപ്പെട്ടു. രാജശ്രേഷ്ഠ, ശങ്കിക്കേണ്ട. കുഞ്ഞിനെ എടുത്തു കൊട്ടാരത്തില് കൊണ്ടുപോയി വളർത്തിക്കോളൂ. ഇവന് അങ്ങയുടെ എല്ലാ സുഖദുഃഖങ്ങൾക്കും നിദാനമാണ്. മഹർഷിയുടെ വാക്കു കേട്ട് രാജാവ് കോരിത്തെരിച്ചു. ഓടിയെത്തി കുഞ്ഞിനെ കൈയിലെടുത്തു.